വട്ടമുള്ള മനുഷ്യന്റെ വട്ടമുള്ള ഒരു പടം അതായിരിക്കും അതെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര ക്രേസിയാണ് പുള്ളി. ഭയങ്കര നമുക്ക് കൃഷാന്തേട്ടൻ്റെ അടുത്ത് പോകുമ്പം കാണുന്നതെന്ന് പറഞ്ഞാൽ പുള്ളി ഭയങ്കര ക്രേസി ആയിട്ട് ഗുഡ് ലെമൻ എന്ന് പുള്ളി ഒരു സാധനം ഷൂട്ട് ചെയ്തിട്ട് ചേട്ടൻ എന്തായിട്ട് ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത എന്താണ് എക്സൈറ്റ്മെന്റ് എന്തൊരു പരസ്യം ആ മഞ്ജു ചേച്ചി ശരിക്കുള്ള മഞ്ജു ചേച്ചി അത് പറഞ്ഞു. ഓ മൈ ഗോഡ്, ആരാടാ ഡയറക്റ്റ് ചെയ്ത്? ഗൗതം വാസുദേവൻ. പിന്നെ വേറെ ആയി പുള്ളി ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്തു ഞാൻ ഇങ്ങനെ സ്റ്റക്ക്. ശോഭിച്ചേട്ടൻ ഇങ്ങനെ ഡോറ് തുറന്നു കഴിഞ്ഞിട്ട് ജോമൻ ഇങ്ങനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. ശോഭിച്ചേട്ടൻ ഈ ഇതെന്താ അതെനിക്ക് ഭയങ്കര, ഞാൻ അവനോട് അത് ഞങ്ങൾ രണ്ടാമതോ മൂന്നാമതോ എപ്പോഴും പടം ഒരുമിച്ചിരുന്ന് കണ്ടപ്പോൾ ഞാൻ അവനോട് കേടാ എനിക്കത് ഭയങ്കര വർക്കാണ് ആ സാധനം, നീ നോക്കുന്ന എൻ്റെ നിസ്സായാവസ്ഥ ഭയങ്കര രസമാണ്. ആക്ച്വലി മലയാളത്തിൽ ഫസ്റ്റ് ഡയലോഗ് പറഞ്ഞ മമ്മൂക്കയുടെ മൊത്തം ഗ്രേറ്റ് ഫാദറിൽ മമ്മൂക്ക ഒരു ഗുണ്ടാ ഗ്യാങ്ങിലോട്ട് വന്ന് അന്വേഷിക്കുന്ന ഒരു സ്ഥലത്ത് പുള്ളി വന്നിട്ട് എന്നോടൊരു ചോദ്യം ചോദിക്കുകയും ഞാൻ ഫസ്റ്റ് ഡയലോഗ് പറഞ്ഞാൽ എൻ്റെ ഭാഗ്യം അതാണ്. വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. ആൻഡ് ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിൽ നമ്മൾ സംസാരിക്കുന്നത് അഭിനയം, സിനിമ, അഭിനയ ജീവിതം, ഈ ഒരു കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ആൻഡ് ടുഡേ വി ഹാവ് എ വെരി പ്രൊമിസിങ് ആക്ടർ വിത്ത് അസ്, ആഷ്ലി ഐസക് അബ്രഹാം. ആഷ്ലി, വെൽക്കം ടു ദി സ്റ്റുഡിയോ. ഇപ്പോൾ ചട്ടാപ്പച്ച, ആശാൻ ആൻഡ് മസ്തിഷ്ക മരണം ഇപ്പോൾ അടുത്തിറങ്ങിയ സിനിമകളുടെ എല്ലാം ഒരു ഭാഗമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മസ്തിഷ്ക മരണം എടുക്കുകയാണെങ്കിൽ ശരിക്കും മലയാളത്തിൽ ഒരു റെയറായിട്ടുള്ളൊരു ഫ്യൂച്ചറിസ്റ്റിക് തീമിലൊരു സിനിമ വരുന്നു. സൈബർ പങ്ക് സയൻസ് ഫിക്ഷൻ ജോണറിലൊരു സിനിമ വരുന്നു. അപ്പോൾ ആസ് ആൻ ഓഡിയൻസ് ഈ ഒരു മസ്തിഷ്ക മരണം എന്ന സിനിമയെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? വട്ടമുള്ള മനുഷ്യന്റെ വട്ടമുള്ള ഒരു പടം അതായിരിക്കും അതെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര ക്രേസിയാണ് പുള്ളി. ഭയങ്കര നമുക്ക് കൃഷാന്തേട്ടൻ്റെ അടുത്ത് പോകുമ്പം കാണുന്നതെന്ന് പറഞ്ഞാൽ പുള്ളി ഭയങ്കര ക്രേസി ആയിട്ട് ഗുഡ് ലെമൻ എന്ന് പുള്ളി ഒരു സാധനം ഷൂട്ട് ചെയ്തിട്ട് പുള്ളി എന്നെ എഡിറ്റ് ചെയ്ത് നമ്മളെ കാണിക്കുമ്പോൾ പുള്ളിയുടെ എക്സൈറ്റ്മെന്റ് പുള്ളി അപ്പം ഞാൻ ആക്ച്വലി ആവാസവേഹം തൊട്ട് പുള്ളിയുടെ ഫാനാണ്. പിന്നെ കൊണ്ടലില് എൻ്റെ കൂടെ അഭിനയിച്ച രാഹുലേട്ടൻ കൃഷ്ണന്തേട്ടൻ്റെ എല്ലാ പടങ്ങളിലും ഉള്ള ആളാണ്. അപ്പം ഞാൻ അന്നോട്ടേ പറഞ്ഞു, രാഹുലേട്ടാ കൃഷ്ണന്തേട്ടനെ എനിക്കൊന്ന് മുട്ടണം എനിക്ക് ആ പടത്തിൽ അഭിനയിക്കണം, എങ്ങനെയെങ്കിലും അടുത്തത് പുള്ളിയുടെ അടുത്ത് പോയിട്ടൊരു കാര്യമില്ല, പുള്ളി തോന്നി വിളിക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. കൊണ്ടൽ കഴിഞ്ഞ് പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു, തിയേറ്ററിൽ ഇതൊന്നും നീ നോക്കണ്ട, യു ഗിഡ് ഇറ്റ്, നന്നായിട്ട് ചെയ്തു, ഓക്കെയാണ്, സെറ്റ് ആയിക്കോളും എന്ന് പറഞ്ഞു. ഒരു ദിവസം പുള്ളി എന്നെ വിളിച്ചു, എനിക്ക് മെസ്സേജ് അയച്ചു, എടാ എൻ്റെ അസോസിയേറ്റ് വിളിക്കുക എന്ന് പറഞ്ഞു. ആ ശരി. പുള്ളി വിളിച്ചിട്ട് അസോസിയേറ്റ് വിളിച്ചൊരു ഡേറ്റ് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് ആശാൻ്റെ ഷൂട്ടായിരുന്നു. അപ്പോൾ ഡേറ്റ് ക്ലാഷ്. അപ്പോൾ ഞാൻ അയ്യോ പണിപ്പാളി, ഒരു മനുഷ്യനെ വിളിക്കുമ്പോൾ നമുക്ക് പോകാം. എന്നിട്ട് ഞാൻ ചെന്നു കൃഷ്ണന്തേട്ടൻ്റെ അടുത്ത്, കൃഷ്ണന്തേട്ടാ ഇങ്ങനെ ഡേറ്റ് ആണല്ലോ, ഇങ്ങനെ എടാ എനിക്കൊരു 3 ദിവസം തന്നാൽ മതിയടാ എന്ന് പറഞ്ഞു. എന്നിട്ട് കറക്റ്റ് എല്ലാം കൂടെ സെറ്റായി. ഒരു 3 ദിവസം കിട്ടി. അവസരം ഞാൻ മുതലാക്കി എന്നാണ് എൻ്റെ വിശ്വാസം. ആക്ച്വലി ഇനി അത് നമ്മുടെ തിയേറ്ററിൽ വാച്ച് ചെയ്യുന്ന എല്ലാ ഓഡിയൻസും അത് നല്ല അഭിപ്രായം പറയട്ടെ. ആൻഡ് ഈ ഒരു ക്യാരക്ടർ ബാക്കിയുള്ള സിനിമകളിൽ നിന്നും മസ്തിഷ്ക മരണത്തിൽ ഈ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്? ആക്ച്വലി ഞാൻ നെഗറ്റീവ് പരിപാടി ആദ്യമായിട്ട് ചെയ്ത ഒരു പരിപാടിയാണ് അത്. പിന്നെ എനിക്കൊരു പരിപാടി ഇത്ര ഉണ്ട്, ഇതാണ് നീ ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞു ഞാൻ ചെയ്തിട്ട് പോകുന്നു. ബാക്കി ഞാനും പടം കാണാത്തതുകൊണ്ട് നാളെ കണ്ടാലേ അറിയുള്ളൂ അതെവിടെയാണ് എന്താണെന്നുള്ള പരിപാടി. പക്ഷെ നല്ല പരിപാടിയാണ്, ശ്രദ്ധിക്കുന്ന ഒരു സാധനം, നിനക്ക് ഗുണം ചെയ്യും എന്ന് എനിക്ക് പുള്ളി ഉറപ്പ് തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം ഞാൻ കുറച്ച് ആൾക്കാരുടെ അടുത്ത് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച കുറച്ച് ലിസ്റ്റുകളുണ്ട്. അതിങ്ങനെ പതുക്കെ ടിക്ക് ചെയ്തതിൽ ഒരെണ്ണമാണ് ആശാൻ ജോണേട്ടനും ഇപ്പോൾ ഈ പറഞ്ഞ കൃഷാന്തേട്ടനും. പിന്നെ ലിസ്റ്റ് ഇങ്ങനെ കുറേ കിടപ്പുണ്ട്. ഇപ്പോൾ ആശാനിലേക്ക് വരികയാണെങ്കിൽ അതിൽ ഷാജി എന്നുള്ളൊരു ചീഫ് അസോസിയേറ്റ് ഡയറക്ടറിൻ്റെ ഒരു ക്യാരക്ടർ ചെയ്തത്. അപ്പോൾ ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും ഒരു പൊടിക്ക് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഷാജി എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ജോമോനായിട്ട് വഴക്കിടുന്ന ഒരു സീനുണ്ടല്ലോ. അപ്പോൾ താഴേക്ക് വീഴുന്ന സമയത്ത് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. നമ്മൾ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ആ ഒരു ഹ്യൂമർ വരുമ്പോൾ അത് കറക്റ്റ് മീറ്ററിലാണ് അത് പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു BTS സീൻ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? സീൻ പറയുകയാണെങ്കിൽ ജോണേട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങ് വരും, തോളത്ത് കൈയിടും, എടാ ഇതൊക്കെയാണ്. ഞാൻ ചെന്നപ്പോൾ തൊട്ട് ഷാജി എന്നാണ് അവിടെ എല്ലാവരും എന്നെ വിളിക്കുന്നത്. ഞാൻ ചെന്ന്
ചേതനാണ് കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ചേതൻ എന്നോട് പറഞ്ഞ് ചേട്ടാ സെറ്റല്ലേന്ന് ചോദിച്ചു. എന്നിട്ട് ലുക്ക് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ ചേതനോട് ഇടാ എനിക്ക് 2 പേന വേണേ എന്ന് പറഞ്ഞു. അപ്പം തന്നെ ചേതൻ എന്നെ നോക്കി ഒരു ചിരി ഇരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി നമ്മൾക്കുള്ള ഫ്രീഡമാണ് ജോണേട്ടൻ്റെ അടുത്ത്. പുള്ളിക്ക് വർക്കായില്ലെങ്കിൽ മാത്രമാണ് നമ്മളോട് എന്താ ചെയ്യേണ്ടതെന്ന് പറയുള്ളൂ. ഇത് ഇങ്ങനെയാണ്, ഈ പരിപാടിയാണ്. അപ്പം ഒന്നാമത് നമ്മൾ ലീനിയറായിട്ട് ഷൂട്ട് ചെയ്ത് വന്നുകൊണ്ട് നമുക്കറിയാം ഇത്ര സംഭവിച്ചാന്നുള്ളത്. പിന്നെ ജോമോന് ഞാനും എനിക്ക് തോന്നുന്നത് ഞങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു പരിപാടികൾ സീരീസ് ആയിട്ടും പരിപാടി ചെയ്തതാണ്. പിന്നെ ഇതിനു മുമ്പ് ഞങ്ങളൊരു മാമുഖേട്ടൻ്റെ കൂടെ ഒരു സീരീസ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചാണ്. അപ്പം അന്ന് തൊട്ട് അവന് ഞാൻ ഭയങ്കര സെറ്റാണ്. പിന്നെ അവിടെ ഉള്ളവരെല്ലാവരും അടിപൊളിയാണ്. അപ്പം എടാ ആക്ച്വലി അത് വീഴാൻ കാരണം എന്താന്ന് വെച്ചാൽ അതിൻ്റെ അകത്തൊരു പടത്തിൽ വേറൊരു സീൻ തുടക്കത്തിലുണ്ട് ഞാൻ വീഴുന്നത്. അത് പിന്നെ ഇല്ല വന്നിട്ടില്ല, വരുമായിരിക്കും പിന്നെ. അപ്പം അത് വെച്ചാണ് ഇത് കണക്ട് ചെയ്ത് വരുന്നത്. അപ്പം വീണ് കഴിഞ്ഞപ്പോൾ നീ എത്ര സീരിയസ് ആയിട്ട് വീണാലും ആൾക്കാരുടെ ചുറ്റിലുള്ളവരുടെ ഇടയിൽ നീ വീണാന്ന് നിനക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, അല്ല സമ്മതിക്കാൻ പറ്റില്ല. ആ ഒരു സാധനം അങ്ങ് പിടിച്ചോളാൻ പറഞ്ഞു, ചെയ്തു. പക്ഷെ അത് നമ്മൾ സീരിയസ് ആയിട്ട് ആ തിയേറ്ററിൽ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ വീണിട്ട് ആ ഡയലോഗ് അത്രയും നേരം നമ്മളിങ്ങനെ ആ ഒരു ഇമോഷൻ ഭയങ്കരമായിട്ട് നമ്മളെ ഇങ്ങനെ ഹോണ്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ താഴോട്ട് വീണിട്ട് ആ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് ചിരിയും വന്നു, ഒപ്പം ആ ഒരു ഇമോഷണലി നമുക്ക് കണക്ട് ആവുകയും ചെയ്തു. എനിക്ക് അതിനകത്ത് അത് കഴിഞ്ഞിട്ട് ജോമോൻ ശോഭിച്ചേട്ടൻ ഇങ്ങനെ ഡോറ് തുറന്നു കഴിഞ്ഞിട്ട് ജോമോൻ ഇങ്ങനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. ശോഭിച്ചേട്ടൻ ഈ ഇതെന്താ അതെനിക്ക് ഭയങ്കര, ഞാൻ അവനോട് അത് ഞങ്ങൾ 2ാമതോ 3ാമതോ എപ്പോഴോ പടം ഒരുമിച്ചിരുന്ന് കണ്ടപ്പോൾ ഞാൻ അവനോട് കേടാ എനിക്കത് ഭയങ്കര വർക്കാണ് ആ സാധനം, നീ നോക്കുന്ന നിന്റെ നിസ്സായാവസ്ഥ ഭയങ്കര രസമാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ ഒരു സിനിമ ശരിക്കും സിനി ഫയൽസിന് ഒരുപാട് കണക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ ആഷ്ലിയുടെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിലും അത്തരം ഒരു സിറ്റുവേഷൻസിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവാം. ഉറപ്പായിട്ടും ഞാൻ ആക്ച്വലി എല്ലാവരും പറഞ്ഞ പോലെ പാഷനേറ്റായിട്ട് സിനിമ എന്ന് വെച്ചാൽ കോളേജിൽ പഠിക്കുമ്പോൾ സിനിമ സ്റ്റേജ് അങ്ങനെ ഒരു പരിപാടിയും ചെയ്യാത്ത ഒരാളാണ്. ആക്ച്വലി എഞ്ചിനീയറിംഗ് പഠിച്ച് ഇപ്പോഴും കുസാറ്റിലാണ് കുറച്ച് സർട്ടിഫിക്കറ്റ് ഇരിക്കണം. അങ്ങനത്തെ ഒരു പരിപാടി സപ്ലൈ ചെയ്ത് നടക്കുമ്പോൾ എൻ്റെ ഒരു കോളേജ് സീനിയർ ഉണ്ടായിരുന്നു. ആക്ച്വലി പുള്ളി കാക്കനാട് ഒരു ഫ്ലാറ്റിൽ ഞാൻ ആകെ ഞങ്ങളുടെ കോളേജിലൊരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്ത് കണ്ടേക്കണേ പ്രതീക്ഷേട്ടൻ എന്ന് പറയും. പുള്ളി എൻ്റെ 3 year സീനിയർ ആയിരുന്നു. അപ്പോൾ പുള്ളി എന്നെ വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ എക്സാമിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ എന്നെ വിളിക്കും. അപ്പം ഞാൻ ഒരു 2nd year എന്തോ പഠിക്കുമ്പോൾ പുള്ളിയുടെ ഹാൻഡിക്യാമിൽ ഷൂട്ട് ചെയ്തൊരു സാധനം കോളേജിൽ കാണിച്ച ഒരു ഓർമ്മ എൻ്റെ ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ നാട്ടിൽ വൈകുന്നേരം ഫുട്ബോൾ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അന്ന് എല്ലാവരും ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയം, മറ്റേ ബേസിലാൻ്റെ ആ പരിപാടികളൊക്കെ ഓടുന്ന സമയം, ഇപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്യണം. അപ്പോൾ ഈ പുള്ളി ഇടയ്ക്ക് പ്രതീക്ഷേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എടാ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു പരിപാടി ഇങ്ങനെയൊക്കെ കോളേജിൽ നടന്ന ഒരു കാര്യം പറഞ്ഞ് ആക്ച്വലി എൻ്റെ റിലേറ്റഡ് ആണ്. ഞാൻ സപ്ലൈ ചെയ്ത എല്ലാ ബാച്ചുകാരുടെ അടുത്ത് പോകുമായിരുന്നു. അപ്പോൾ അത് പുള്ളിയോട് പറഞ്ഞപ്പോൾ നമുക്ക് പിടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അച്ചായൻ പരിപാടി, അതിനകത്തേക്ക് ഒരു ജീപ്പ് കൊടുക്കണമായിരുന്നു, അതിന് പോയതാണ്. അപ്പോൾ നീ ചെയ്തോ, ഞാനിത് ഡയറക്റ്റ് ചെയ്തോളാം. ചേട്ടാ ഞാൻ അഭിനയിച്ചു, നീ ചെയ്യും നമ്മളല്ലേ എന്ന് പറഞ്ഞു. അന്ന് അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആക്സിഡൻ്റലി സംഭവിച്ചു പോയതാണോ? അതുവരെ ഞാൻ അഭിനയിച്ചിട്ടേ ഇല്ല. എനിക്ക് ഞാൻ പിറം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മുടെ വിചാരം ഇത് വലിയ പരിപാടിയാണ്, ഇതിലോട്ട് എത്താൻ ഭയങ്കര പാടാണ്. നമ്മൾ സിനിമ കാണാൻ പോകും, കോളേജിൽ നിന്നാണെങ്കിലും ക്ലാസ് കട്ട് ചെയ്താൽ വേറെ ഒന്നും ചെയ്യാനില്ല, സിനിമയ്ക്ക് പോവുക അതൊക്കെ. അപ്പം പുള്ളി ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. 1 വർഷം എടുത്തോട്ട് ഇറങ്ങാൻ. അന്നത്തെ അതിൻ്റെ കോസ്റ്റ് വെറും 3500 രൂപയുള്ളൂ. അപ്പം കണ്ടു കഴിഞ്ഞപ്പോൾ കുറേ പേര് മെസ്സേജ് ചേടാ ഞങ്ങൾ സപ്ലിക്ക് പഠിക്കുമ്പോൾ ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള സാധനമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് കുഴപ്പമില്ലല്ലേ. അത് കഴിഞ്ഞ് അവിടുന്ന് എനിക്ക് 2 പേര് സിനിമക്കാരെ പരിചയപ്പെട്ടു. ഒന്ന് ആ ഒരു ഗ്യാങ് ഇങ്ങനെ വലുതായി വന്നപ്പോൾ അതിനകത്ത് സജിത് പുരുഷൻ എന്ന് പറഞ്ഞ ഉണ്ടയുടെ ക്യാമറമാൻ, അന്ന് സൈത്തേട്ടൻ്റെ വുഡ് ബി ആയിരുന്നു മെർലിൻ ബാബു കാസ്റ്റിംഗ് ഡയറക്ടറും അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെയാണ്. ഇവരെ പരിചയപ്പെട്ടു. അപ്പോൾ ഇവർ പിന്നെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ് ചെയ്യാൻ ഞാൻ പോയി. അപ്പോൾ ഇത് ഞാൻ ബേസിക്കലി പ്രോസസ്സ് കണ്ടു, ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മെർലിനാണ് എന്നോട് പറഞ്ഞത് എടാ ഞാൻ അടുത്ത അനിൽ രാധാകൃഷ്ണ മേനോൻ്റെ പടം ചെയ്യുന്നുണ്ട്, നിനക്ക് സിനിമയുടെ ഡീറ്റെയിൽ അറിയണം, വലിയ പരിപാടി ചിലപ്പോൾ ഡയലോഗ് പോലും ഉണ്ടാകത്തില്ല, പക്ഷെ സിനിമ കാണാം, നിനക്ക് എന്താണെന്ന് അറിയാം. അങ്ങനെയാണ് അനിലേട്ടൻ്റെ ഒറ്റപ്പാലത്തെ വീട്ടിൽ പോയാണ് എൻ്റെ ഫസ്റ്റ് ഓഡീഷൻ. അത് ചെയ്ത പടമാണ് മറ്റേ ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടി. അന്ന് എനിക്ക് കുറേ കോണ്ടാക്ട്സ് കിട്ടി.
സുധീകോപ്പ, ലുക്മാൻ, ഗോകുലൻ ചേട്ടൻ, വിഷ്ണു നൂലു, അങ്ങനെ കുറേ പേര് ഉണ്ടായിരുന്നു അവിടെ. ഇവരൊക്കെ അന്ന് ലുക്മാനൊക്കെ എനിക്ക് തോന്നുന്നു 6 വർഷം ആയിട്ട് ഓഡീഷൻ പരിപാടികൾ ആയിട്ട് നടക്കുന്ന ആളാണ്. ഗോകുലൻ ചേട്ടനാണെങ്കിലും സുധീക്. ഇപ്പം ഈ ഒരു 10-50 ദിവസം ഷൂട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ ആ സിനിമയിൽ ഞാൻ എവിടെയൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതൊരു കാട്ടിലെ ഒരു പരിപാടിയാണ്. ഞാൻ വീട്ടിൽ മത്സരമൊക്കെ നടത്തിയായിരുന്നു, കസിൻസിനെ കണ്ടുപിടിച്ച. ഇതുവരെ സംഭവിച്ചിട്ടില്ല അത്. അപ്പം പക്ഷെ അന്നുള്ള കോണ്ടാക്ട്, അന്നാണ് ഈ ഓഡീഷൻ്റെ പരിപാടികൾ അറിയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അവിടുത്തെ ഒരു ഹരിച്ചേട്ടൻ ഉണ്ടായിരുന്നു, അസോസിയേറ്റ് ഡയറക്ടർ. പുള്ളി ഗ്രേറ്റ് ഫാദറിലുണ്ടായിരുന്നു. പുള്ളി അപ്പം എടാ കുറച്ച് ഗുണ്ടകൾ വേണം ഗ്രേറ്റ് ഫാദറിലോട്ട്, നീ വരുന്നതെന്ന് വെച്ചാൽ അവിടെ പോയി ഓഡീഷൻ അറ്റൻഡ് ചെയ്ത്. ആക്ച്വലി ഞാൻ മലയാളത്തിൽ ഫസ്റ്റ് ഡയലോഗ് പറഞ്ഞ മമ്മൂക്കയുടെ മുഖത്താണ്. ഗ്രേറ്റ് ഫാദറിൽ മമ്മൂക്കൊരു ഗുണ്ട ഗ്യാങ്ങിലോട്ട് വന്ന് അന്വേഷിക്കുന്ന ഒരു സ്ഥലത്ത് പുള്ളി വന്നിട്ട് എന്നോടൊരു ചോദ്യം ചോദിക്കുകയും ഞാൻ ഫസ്റ്റ് ഡയലോഗ് പറഞ്ഞാൽ എൻ്റെ ഭാഗ്യം അതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചെയ്തത് പുള്ളിക്കാര സ്റ്റാറ, അത് കുഞ്ഞു പേര്. പിന്നെ ഇങ്ങനെ തരംഗം എത്തി അവിടുന്ന് വേറൊരു വലിയ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള സിനിമ ഗ്യാങ്ങിലോട്ട് കയറി. അപ്പം ഒരു ഞങ്ങളുടെ നാട്ടിൽ ഒരു പിണ്ണാക്കും അറിയാൻ പാടാതിരുന്ന് ഞാൻ കുറേ സിനിമകൾ കാണുന്ന ഇത്രയും പ്രാന്തന്മാരുടെ ഇടയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പതുക്കെ ഇവോൾവ് ആയതാണ് ആക്ച്വലി. അത് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു സിനിമയെ പറ്റി സംസാരിക്കുക, അത്രയും പാഷനേറ്റ് ആയിട്ട് അത് സംസാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ കൂടുമ്പോൾ അതുമായിട്ട് നമ്മൾ ഇതാവും എന്നുള്ളത് അതാണ് ആക്ച്വലി. അത് കഴിഞ്ഞ് പിന്നത്തെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ച് പാഡ് എന്ന് പറഞ്ഞൊരു കാസ്റ്റിംഗ് കമ്പനിയാണ്. അത് മെർലിൻ, ഉനേസ്, അപ്പുച്ചേട്ടൻ എന്ന് പറഞ്ഞ ഇവരാണ് തുടങ്ങിയത്. അപ്പം അന്ന് ഞാൻ കൊച്ചിയിലൊരു പരിപാടിയായിട്ട് ഉണ്ട്, സിനിമ എന്തായാലുമൊക്കെ ചെയ്യണം. അപ്പോൾ അവർ എടാ നീ ഒരു പണി നമ്മുടെ കൂടെ വാ, നമ്മൾ ഏതായാലും സിനിമയിൽ നിന്ന് തന്നെ കാസ്റ്റ്. എനിക്ക് തോന്നണ കമൽ സാറിൻ്റെ ആമി എന്ന് പറഞ്ഞ പടമാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് മുതലേ ഇവരുടെ കൂടെ ഈ പ്രോസസ്സിൽ ഇൻവോൾവ് ആകാൻ തുടങ്ങി. അപ്പോൾ ആക്ച്വലി യാത്രകൾ പോവുക, ആളെ തപ്പ്, ഓഡിഷൻ ലിസ്റ്റ്. അപ്പം അവിടെ അജയ് രാഹുൽ എന്ന് പറഞ്ഞാൽ അപ്പുച്ചേട്ടൻ എന്നാണ് ഞങ്ങൾ തന്നെ. പുള്ളി സിനിമയിൽ അറിയാൻ പാടാത്ത ഒരു പരിപാടിയില്ല, എല്ലാം ചെയ്തു. പുള്ളി ഒരു ദിവസം എന്നെ പിടിച്ചു, നിനക്ക് അഭിനയിക്കാനല്ല ഇഷ്ടം, നീ ഒരു പണി കൗണ്ടർ കൊടുത്തു തുടങ്ങാൻ പറഞ്ഞു. അപ്പം അവിടെ അപ്പുറത്ത് അഭിനയിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഓപ്പോസിറ്റ് ആദ്യം ഡയലോഗ് നോക്കി വായിക്കുക. അപ്പോൾ പുള്ളി നീ എന്തിനാ നോക്കി വായിക്കണം, നീ ഇപ്പോൾ അതൊക്കെ ചെയ്യേ. അതാണ് എൻ്റെ ആകെയുള്ള ആക്ടിങ് വർക്ക്ഷോപ്പ്. അതായത് ഒരാൾ ഇപ്പം ഞാൻ തന്നോടൊരു സിറ്റുവേഷൻ താനത് ചെയ്ത് ഞാൻ റിയാക്ട് ചെയ്യും. ഇതേ സ്ഥലത്ത് വേറൊരാൾ വന്നിരിക്കുമ്പോൾ ഇയാൾ തരുന്ന ഡയലോഗ്സും പരിപാടിയും വേറെ ആയിരിക്കും. ഞാനാണല്ലോ ഇപ്പം ഇരിക്കുന്നത്. അപ്പം എനിക്ക് വേറൊരു ഓപ്ഷൻ കിട്ടിയില്ല. ഇങ്ങനെ ചെയ്ത് അപ്പം പതുക്കെ എൻ്റെ ക്യാമറ ഫിയർ മാറി. പിന്നെ 10-13 വർഷമായല്ലോ ഇങ്ങനെ ചെയ്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നാണ് ആ ഒരു സത്യമായിട്ട്. കാരണം ഇപ്പോഴും എൻ്റെ കൂട്ടുകാരിക്കും നീ സിനിമ അഭിനയിക്കാൻ പോകുന്നു ഇപ്പം എന്ന് പറഞ്ഞാൽ. പക്ഷെ അവരൊക്കെ കാരണം കേട്ടോ. കാരണം നമ്മൾ സിനിമയായിട്ട് നടക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഫണ്ടെന്ന് പറഞ്ഞ സാധനമില്ല. എനിക്ക് കുറച്ച് കൂട്ടുകാരുണ്ട്, ഇപ്പം പുറത്തുള്ളവരും അടുത്തുള്ളവരും ഒക്കെ ഉണ്ട്, കോളേജിലും സ്കൂളിലൊക്കെ. പൈസക്ക് ഒരു ആവശ്യം എനിക്ക് ഇതുവരെ ടൈറ്റ് വരില്ല. കാരണം ആർക്കെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പോഴും എയർപോർട്ടിൽ അവന്മാരെ ഡ്രോപ്പ് ചെയ്യാൻ പോകുമ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് തന്നെ അടുത്ത കൊല്ലത്തേക്ക് നീ സെറ്റാ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, എത്രയാണെന്ന് മെസ്സേജ് അയച്ചാൽ മതി. അങ്ങനെ കുറച്ച് കൂട്ടുകാർ. അതെ. പിന്നെ അപ്പനും അമ്മയൊക്കെ നല്ല സപ്പോർട്ടാണ്. ഇപ്പം ഞാൻ നമ്മുടെ ഈ ഇൻ്റർവ്യൂസിന് വന്നിരുന്ന എല്ലാ ആക്ടേഴ്സിൻ്റെ അടുത്തുനിന്നും കേട്ടൊരു കാര്യമാണ് ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു കണക്ടിവിറ്റി ആണ് നമ്മൾ ഈ സിനിമ ആഗ്രഹിക്കുന്ന ഒരാളെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ അവരത് പറയുമ്പോൾ ഭയങ്കരമായിട്ടും ഇമോഷണലി ആണ് സംസാരിക്കുന്നത്. അപ്പം അത് തന്നെ നമ്മളെ സസ്റ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റും. ഇപ്പം ഞാൻ എൻ്റെ സ്റ്റോറീസ് ഇതിടുമ്പം എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഓഡീഷൻ തൊഴിലാളിയായിരുന്നു. അതായത് ഒരു ബൈക്കുണ്ട്, അതെടുത്ത് എന്നെ ഇപ്പോഴും കളിയാക്കും. അതുകൊണ്ട് നീ ഓഡീഷന് പോകാത്ത ഏത് ജില്ല കൊച്ചിയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള. ഞാൻ മറ്റേ കണ്ണൂർ പോയിട്ട് ചോദിക്കും, കണ്ണൂരുകാരെന്ന് ഈടെയാ വീടെന്ന് പറയും. അതേ ഞാൻ 2 ദിവസം കഴിയുമ്പോൾ കട്ടപ്പന പോയിട്ട് താഴത്തെ സിറ്റിയില്ല, ഞാൻ ജല്ലിക്കെട്ടിൻ്റെ ഓഡീഷനൊക്കെ അവിടെ വന്നേ, നിന്റെ വീട് ഇവിടെ അല്ലല്ലോ, അല്ലേട്ടോ അതേ താഴത്തെ സിറ്റിയില്ല എന്നോട് പറഞ്ഞ. അങ്ങനെ നടന്ന് പിന്നെ കോണ്ടാക്ട്സ് കിട്ടി. പിന്നെ നമുക്ക് അറിയാൻ തുടങ്ങി. ആദ്യമൊക്കെ പറ്റിയിട്ട് കുറേ ഓഡീഷനുകളുണ്ട്. പിന്നെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി ഇതിൻ്റെ അകത്ത് കുറേ എന്തിനു പോകണം എന്നുള്ള സാധനമായി. പിന്നെ ഇത് നമുക്ക് എന്ത് കിട്ടും
കിട്ടുന്നു, അതെങ്ങനെ മുതലാക്കാം എന്നുള്ള പരിപാടി അങ്ങനെ കിട്ടി. ഇപ്പൊ കൊണ്ടലാണെങ്കിലും എനിക്ക് ഓഡീഷൻ അല്ലാതെ കിട്ടി, എനിക്ക് തോന്നുന്നത് കൃഷാന്തേട്ടനാണ് ഇങ്ങനെ വിളിച്ചത്. ബാക്കി എല്ലാത്തിലും നമ്മൾ ആശാനാണേലും ഓഡീഷൻ ഉണ്ടായിരുന്നു, കൊണ്ടലാണേലും ഓഡീഷൻ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് രേഖ എനിക്കില്ലായിരുന്നു, കാരണം രേഖയിൽ എൻ്റെ അത് എന്താന്ന് വെച്ചാൽ അതിന് മുമ്പ് അവനൊരു ഇത് പടം ചെയ്തായിരുന്നു, ഫ്രീഡം ഫൈറ്റ് എന്ന് പറഞ്ഞു. അതിലെ ലൈൻ പ്രൊഡക്ഷൻ പരിപാടി നമ്മളായിരുന്നു. അപ്പം അന്ന് അതിൻ്റെ അകത്ത് അഭിനയിക്കുകയും ചെയ്തു. അപ്പം രേഖ മൊത്തം കാസർഗോഡ് ഭാഷയുടെ ഒന്നുമില്ല, മൊത്തം കാസർഗോഡ്, ഇനി ഇപ്പം അത് പഠിക്കണമല്ലോ അതൊക്കെ ഓർത്തിരുന്ന് കഴിഞ്ഞപ്പോൾ പോലീസിൻ്റെ കാര്യം. അപ്പം അതിൻ്റെ ക്യാമറമാൻ ഉണ്ട് അബ്രൂഡ്. 2 സാധനമുണ്ട്, ഒന്നൊരു സൈക്കാട്രിസ്റ്റ് ഉണ്ട്, ഒന്ന് ഡോക്ടർ, അല്ല പോലീസ്, ഏതെങ്കിലും ഒന്നും പിടിക്കും. ഞാൻ അബ്രുവിനോട് ചോദിച്ചു കഴിയുമ്പോൾ അബ്രുന്ന് കുമാരിയുടെ രേഖയുടെ ഒക്കെ ക്യാമറ, പോലീസ് പിടിച്ച് ബാക്കിയാന്ന് നോക്കിക്കോളാം. അങ്ങനെ രേഖ എനിക്ക് ഒത്തിരി ഗുണം ചെയ്ത ഒരു പടം. കാരണം ആ ലാസ്റ്റത്തെ ക്ലൈമാക്സ് വിൻസിക്ക് അവാർഡ് കിട്ടിയപ്പം ഭയങ്കരമായിട്ട് വൈറലായി. അപ്പൊ എന്റെ സൗണ്ടും എന്റെ ലുക്കും ഭയങ്കരമായിട്ട് അപ്പൊ അതെനിക്ക് ഗുണം ചെയ്തു. പിന്നെ നമ്മൾ ചെല്ലുമ്പോഴും, പിന്നെ ഇപ്പൊ ഈ ഇടയ്ക്ക് മറ്റേ ശോഭിച്ചേട്ടൻ പറഞ്ഞ പോലെ മഞ്ജു വാര്യറിന്റെ കൂടെ തൊഴുത്ത് കാണിക്കാൻ നടക്കുന്ന ഒരു പരസ്യം, അതും കുറെ ഗുണം ചെയ്തു. ഗൗതം അത് വലിയൊരു ചെക്ക് ലിസ്റ്റ് ഇതായിരുന്നു. ഗൗതം മേനോനാണ് ഡയറക്റ്റ് ചെയ്തത്. അതൊക്കെ ലോട്ടറിയാണ് എനിക്ക്. ചുമ്മാ അയച്ചു കൊടുത്തു. അപ്പോൾ ഒരു തവണ ഓഡീഷൻ ചെയ്ത് അയച്ചു. ചേട്ടാ 12-ാം തീയതി ഫ്രീ ആയിക്കോട്ടോ എന്ന് പറഞ്ഞു. എന്താടാ പരിപാടി? പരസ്യം സ്ക്രിപ്റ്റ് അയച്ചു. മഞ്ജു കിട്ടി. ചേട്ടൻ എന്താ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത? എന്താണ് എക്സൈറ്റ്മെന്റ്? എന്തൊരു പരസ്യം? ആ മഞ്ജു ചേച്ചി ശരിക്കുള്ള മഞ്ജു ചേച്ചി അത് പറഞ്ഞു. ഓ മൈ ഗോഡ്, ആരാടാ ഡയറക്റ്റ് ചെയ്ത്? ഗൗതം വാസുദേവൻ. പിന്നെ വേറെ ആയി. പുള്ളി ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്തു. ഞാൻ ഇങ്ങനെ സ്റ്റക്ക്. അത് കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ തിരിഞ്ഞു നോക്കി ഇങ്ങനെ കാണിച്ചു. ഭയങ്കര രസമായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആസ് ആൻ ആക്ടർ ഓരോരുത്തർക്കും ഓരോ ഐഡൻറ്റിറ്റി കാണുമല്ലോ. ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ പേഴ്സണലി എനിക്ക് തോന്നിയത് പാഷ്ലിയുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ആ ഒരു ശബ്ദമാണ്. ആ ഒരു ഡയലോഗ് ഡെലിവറി ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. അവർ ശരിക്കും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഡയലോഗ് ഡെലിവറി ചെയ്യുന്ന ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ സ്ലാങ് പിടിക്കുമ്പോൾ ഓരോ സ്ഥലത്തെയും സ്ലാങ് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ ലെജൻഡ്സ്. നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാലും ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ എൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഇപ്പം ഞാൻ ഇപ്പം ഈ സ്ലാങ്ങിനേക്കാൾ കൂടുതൽ എൻ്റെ ഈ സൗണ്ടിനോട്, ഇപ്പം എനിക്ക് ജോണേട്ടൻ്റെ പടം കിട്ടാനും ഈ സൗണ്ട് ഒരു വലിയ ഫാക്ടറാണ്. പുള്ളി എന്നോട് പറയുകയും ചെയ്തു, നിൻ്റെ സൗണ്ട് എന്നെ ഒന്ന് ഇതാക്കി എന്നുള്ള സാധനം. ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ ആ പടത്തിൻ്റെ കേസിലാണേലും. ഇപ്പം ഇതാണേലും ഇനിയിപ്പോൾ 2-3 പടങ്ങൾ വേറെ വരാനുണ്ട്. അതിരടി വരാനുണ്ട്, മോളിവുഡ് ടൈംസ് വരാനുണ്ട്. ഇതൊക്കെ കുഞ്ഞു പരിപാടി. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരെണ്ണവും ഞാൻ വിടൂല. കിട്ടുന്ന എല്ലാം നല്ല സിനിമകളാണ്, എല്ലാം ബാനറിന് വരുന്ന സിനിമകളാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു ഫിലിം ഫെറ്റേണിറ്റിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം റിജക്ഷൻസ് എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു കരിയറിൽ ഫേസ് ചെയ്ത റിജക്ഷൻസിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ റിജക്ഷൻ എന്ന് പറഞ്ഞാൽ അതായത് അതിൻ്റെ അകത്തുള്ളതാണ്. ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ടൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് നീയാണ് പരിപാടി എന്ന് പറഞ്ഞിട്ട് മാറിപ്പോയിട്ടുണ്ട് പല പരിപാടികളും. പിന്നെ നമ്മൾ പോയി ക്യാമ്പ് കഴിഞ്ഞ് ഫുൾ സെറ്റായി കോസ്റ്റ്യൂം ട്രയലും കഴിഞ്ഞ് പോയിട്ട് വന്നിട്ട് പടം മുടങ്ങിപ്പോയ പരിപാടികളുണ്ട്. ആക്ച്വലി പേഷ്യൻസ് ആണ് ഇതിൻ്റെ അകത്ത് ബേസിക് കാര്യം. നമ്മൾക്ക് എന്തോ ഒരു ക്ഷമയുണ്ടോ എന്നാലേ നമ്മൾ പിടിച്ചു കിള്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു 13 വർഷമായിട്ട് ഇതിൻ്റെ പറയില്ല. അപ്പം അന്ന് എൻ്റെ കൂടെ തുടങ്ങി അന്ന് ചിലപ്പോൾ നല്ല റോളുകൾ ചെയ്ത പല ആൾക്കാരും ഇവിടെ ഇല്ല. അവർ ഈ സർവൈവൽ എന്നുള്ളൊരു സാധനം പറഞ്ഞ് വീട്ടുകാരുടെ പ്രഷർ, അത് ഇത് മറ്റേ ഫാമിലി പരിപാടി എന്നൊക്കെ പറഞ്ഞ് കൊഴിഞ്ഞു പോയ ഒത്തിരി ആൾക്കാരുണ്ട്. അതിൽ പിടിച്ച് നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം വരും. ആ ദിവസം എന്നാന്ന് നമുക്ക് ചിലപ്പോൾ നാളെ ആയിരിക്കാം, ചിലപ്പോൾ 1 മാസം എടുക്കും, ചിലപ്പോൾ 10 വർഷമായി. എനിക്ക് 10-12 വർഷമായി സീരിയസ് ആയിട്ട് നോക്കി തുടങ്ങിയ പിന്നെ 10 വർഷമെങ്കിലും ആയിട്ടുണ്ട്. ബേസിക്കലി ക്ഷമയാണ്. പിന്നെ റിജക്ഷൻ നമുക്ക് കിട്ടിയാലേ ഉള്ളൂ തിരിച്ച് നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള പവർ വരുള്ളൂ. എന്നോട് പച്ചയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഏടാ ഈ സൗണ്ടും വെച്ചുകൊണ്ട് നീ എന്നെ കാണിക്കാൻ വന്നതാന്ന് ചോദിച്ച ആൾക്കാർ എൻ്റെ അടുത്തുണ്ട്.
ശരീരത്തിന് ചേരാത്തൊരു സൗണ്ടാണ് നിൻ്റെ. പക്ഷെ ആ സൗണ്ടാണ് ഇപ്പം എനിക്ക് എന്നോട് കണ്ടൽ ചെയ്തപ്പോൾ മണികണ്ഠൻ ചേട്ടാ പിന്നെ കുമ്പാരി നിൻ്റെ സൗണ്ട് ഭയങ്കര പൊളിയാണ്, അത് യൂസ് ചെയ്യാൻ നീ ട്രെയിൻ ചെയ്യണം. കാരണം എല്ലാവർക്കും, കാരണം നിന്നെ ഒരു 10 വർഷം കഴിഞ്ഞ് നീ വിളിച്ചിട്ട് മണികണ്ഠൻ ചേട്ടാന്ന് വിളിച്ചാൽ എനിക്ക് ഞാൻ തിരിച്ച് കുമ്പാരി എന്ന് ചോദിക്കും എന്നാണ്. പുള്ളി എന്നെ ഇപ്പോഴും കുമ്പാരി എന്നാട്ടോ വിളിക്കണം. എനിക്ക് ആ കൊണ്ടലിൽ നിന്ന് കിട്ടിയ ഭയങ്കര ഒരു ആ ഒരു ബോണ്ട്. ഞാനത് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇമോഷണൽ സീൻ ഉണ്ടല്ലോ, മണികണ്ഠൻ ചേട്ടൻ അത് മരിച്ചു കിടക്കുന്ന ആ ഒരു ഇമോഷണൽ സീനിൽ ആ ഒരു പെർഫോമൻസ് എങ്ങനെയായിരുന്നു? കാരണം നമ്മൾ ഭയങ്കരമായിട്ടും അത് ഇമോഷണലി ലോക്കായിരുന്നു ആ ഒരു സീൻ കണ്ട സമയത്ത്. അതിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണികണ്ഠൻ ചേട്ടനും ഞാൻ ഫസ്റ്റ് ചിരിച്ച് കളിച്ച് വരുന്ന ഒരു സീൻ ഡയലോഗ് പറഞ്ഞു പുള്ളി ഞങ്ങളിങ്ങനെ നിന്ന് സ്റ്റക്കായി. പുള്ളി അയ്യോ പേരെന്തായിരുന്നു? ആഷ്ലി. ഓക്കെ, ഞാൻ കുമ്പാരി എന്നാട്ടോ എന്നെ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ച് ഹോട്ടൽ അന്ന് താമസിക്കണത് ഒരു 20 കിലോമീറ്റർ പോകും. വണ്ടി ഓടിക്കൂല്ലേ എന്ന് ചോദിച്ചു. ബാ കയറിക്കോ നമുക്ക് ഇനി ഒരുമിച്ച് പോകാന്ന് പറഞ്ഞു. പുള്ളി എത്രയും സീനിയറായി പുള്ളി. പിന്നെ ഞങ്ങൾ ഷൂട്ടിന് വരുന്നത് ഒരുമിച്ച്. പിന്നെ അത് ഭയങ്കര, അതായത് ഒരു ബോട്ടാണല്ലോ, ഈ ബോട്ടിൻ്റെ അകത്ത് എല്ലാവരും അങ്ങ് സിങ്കായി. അപ്പം അവിടെ വലിപ്പം ഞാൻ ചിലപ്പോൾ മണികണ്ഠൻ ചേട്ടൻ്റെ മടിയിലായിരിക്കും കിടക്കണേ, പെപ്പ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും കിടക്കണം, എല്ലാവരും ഒരുമിച്ച്. അങ്ങനെ അവിടെ വലിപ്പച്ചെറുപ്പില്ല. ചിലപ്പോൾ ബോട്ടിലെ ചേട്ടന്മാർ ഞങ്ങളുടെ കൂടെ കിടപ്പുണ്ടാവും. അപ്പം അത് കാരണം ഇവരുമായിട്ട് കണക്റ്റ് ആയത് ഭയങ്കര ഗുണമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അത്രയും വലിയൊരു പരിപാടി ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കര ഇവൻ്റെ ഒരു പരിപാടി കൊടുത്താൽ ഇവൻ ചെയ്യും എന്നുള്ളൊരു പ്രൂഫ് എനിക്ക് കൊടുക്കാൻ പറ്റിയൊരു പടമായിരുന്നു അത്. അതിൽ ഞാൻ എപ്പോഴും അയിത്തേട്ടൻ പിന്നെ പെപ്പയാണേലും എന്നോട് ഭയങ്കര സപ്പോർട്ടാണ്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ അവനും ഓഡീഷൻ പരിപാടികളിലൂടെ കയറി വന്നു. അവൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അന്ന് തൊട്ടേ അറിയാം. പക്ഷെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ അവനും ഭയങ്കര ഹാപ്പി. എടാ നല്ലൊരു പരിപാടിയുള്ള പിടിക്കാം. ഇപ്പോഴാണേലും നമുക്ക് ഇപ്പോൾ ചത്താപ്പച്ച ആണേലും എനിക്ക് ആദ്യം ഈ പടത്തിൻ്റെ പറ്റി അറിവ് തന്നത് വിശാഖ. വിശാഖന് മച്ചാനെ ഞാനൊരു കഥ വായിച്ചിട്ട് വന്ന് കുറച്ചുണ്ട് പരിപാടി, ഞാൻ പറയുമ്പോൾ അവരെ ഒന്ന് വിളിക്കണം എന്ന് സ്ക്രിപ്റ്റ് വായിച്ച് തിരിച്ചു പോയപ്പോൾ വിശാഖ എന്നോട് പറഞ്ഞതാ. അതായത് നമ്മളൊരു പരിപാടി വർക്ക് ചെയ്തു, അപ്പോൾ ആ ഒരു സ്നേഹം അവർക്ക് ഇങ്ങോട്ട് വന്നു. നമ്മുടെ ടാലന്റിലുള്ള ഒരു വിശ്വാസവും എന്തോ ഏതായാലും എന്നോട് പറഞ്ഞു. ഞാൻ വിളിച്ചു, അവിടെ മേടിച്ച് ഇടിയൊക്കെ മേടിച്ച് ഞാൻ പോകുന്നു. ശരി, അത് പക്ഷെ രസമുണ്ടായിരുന്നു. അത് എനിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ പടം തുടങ്ങുമ്പോൾ തന്നെ ഇവന്മാരുടെ പരിപാടി കാണിക്കുന്ന ഞാൻ ഇപ്പം ഇതിൻ്റെ അകത്തും കുറച്ച് പരിപാടി അങ്ങനെ ഫൈറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് ശരിക്കും പറയാനുള്ള എല്ലാത്തിനകത്തും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യം ആ ശബ്ദമാണ്. ശരിക്കും നമ്മുടെ ഒരു ബ്രദറിനെ പോലെയൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വീട്ടിലെ ഒരു ചേട്ടൻ നമ്മളോട് സംസാരിക്കുന്ന പോലുള്ളൊരു ഫീൽ എനിക്ക് ചില സമയത്ത് ചില ഡയലോഗ്സ് ഒക്കെ പറയുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പം നമുക്ക് ചെറിയൊരു കട്ടവേ, അതായത് കട്ടവേ സെഷനിലേക്ക് പോകാൻ ചെറിയൊരു റാപ്പിഡ് ഫയർ ആണ്. അപ്പോൾ കുറച്ച് യെസ് ഓർ നോ അല്ലെങ്കിൽ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അത് തോന്നുന്നു പറഞ്ഞാൽ മതി. യെസ്, ഫസ്റ്റ് വൺ തുടങ്ങുവാണേ. കോമഡി ഓർ ത്രില്ലർ? കോമഡി ഓഫ് കോഴ്സ്. ഓക്കെ, സ്ക്രിപ്റ്റഡ് ഓർ ഇംപ്രൂവൈസേഷൻ? സ്ക്രിപ്റ്റിൽ ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റും. ഡബ്ബിംഗ് ഓർ സിംഗ് സൗണ്ട്? സിംഗ് സൗണ്ട്. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം അവാർഡ്? എനിക്ക് ഡ്രീം അവാർഡ് അതിനേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്, ചില പടങ്ങൾ ഹിറ്റാകുമ്പം ഞാൻ ഭയങ്കര മമ്മൂട്ടി ഫാനാണ്. എൻ്റെ കോളേജിൽ ഞങ്ങൾ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ മമ്മൂട്ടി ഫാൻസ്, ബാക്കി ലാലേട്ടൻ. പക്ഷെ എനിക്ക് ഇഷ്ടമല്ലെന്നല്ല, പക്ഷെ എന്തോ ജോണി വാക്കറൊക്കെ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. പിന്നെ ക്ലാസിക്സ് അല്ല, പക്ഷെ അപ്പം ഞാൻ ഫസ്റ്റ് ഈ പല പടങ്ങളും ഇറങ്ങുമ്പോൾ പുള്ളി ഈ നല്ല ആൾക്കാരെ ഹിറ്റായി കഴിയുമ്പോൾ ഇവരെ വിളിച്ച് ഫുഡ് കൊടുക്കണ ഒരു പരിപാടിയുണ്ട് വീട്ടിൽ. അപ്പം എന്നാണ് അതിന് എനിക്ക് പോകാൻ പറ്റുന്നത് എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ആദ്യം തന്നെ ഒരു ഫസ്റ്റ് മമ്മൂക്കയുടെ മുഖത്ത് നോക്കിയാണ് ഒരു ഡയലോഗ്. ഏറ്റവും കൂടുതൽ ഇനിയിപ്പോൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ, ഈ ഒരു സ്ഥലത്തെ ഷൂട്ട് ചെയ്യാൻ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് ലൊക്കേഷനൊക്കെ കൂടുതൽ ഏത് സെറ്റ് ആണെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, ആൻഡ് ദെൻ ഒരു 1 ഡയലോഗ്, ഒരു ചേട്ടൻ ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ്? ഇഷ്ടപ്പെട്ടൊരു മറ്റേ അപ്പൊ പേരെന്തായിരുന്നു എന്നാ പറഞ്ഞ അത് രേഖയില്. പിന്നെ ആശാന്റെ അകത്ത് റെഡി സാർ എപ്പോഴും എന്നോട് പറയാറുണ്ട്. പിന്നെ ഇപ്പം
മസ്തിഷ്കരണം കാണുമ്പോൾ അതിൻ്റെ അകത്തൊരു പരിപാടി എനിക്ക് തന്നിട്ടുണ്ട്. അത് അടിപൊളി പരിപാടിയാണ്. പക്ഷെ എന്തോരം എന്നെ പുള്ളി ഉദ്ദേശിച്ച പോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വർക്കാവും. അത് ഞാൻ ചെയ്തതിൽ കുറച്ച് രസമുള്ള ഒരു പരിപാടിയാണ്. ഇമോഷണൽ സീൻ ഓർ ആക്ഷൻ സീൻ? ആക്ഷൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഞാനത് കാരണം പതുക്കെ ശരീരമൊക്കെ ഒന്ന് സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇമോഷണൽ സീൻ എനിക്ക് എളുപ്പമാണ്. ആക്ച്വലി ഞാൻ ഒരു ഇമോഷണൽ ജീവി ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, നമ്മുടെ സെഷൻ തീർന്നു. ഇപ്പോൾ ഒരു ആക്ടർ എന്ന നിലയിൽ അത് സിനിമ നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഷ്ലി എന്ന ഹ്യൂമനെ എക്സ്പ്ലോർ ചെയ്യുന്ന പല കാര്യങ്ങൾ ഏതൊക്കെയായിരിക്കും? ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കും. ഒരു വണ്ടിയുണ്ട്, അതെടുത്ത് പോയി പുതിയ ഫുഡുകൾ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാണ്. വേറെ അങ്ങനെ ഭീകര പരിപാടിയൊന്നുമില്ല. ഒരു ഹെഡ്സെറ്റ് വയ്ക്കുക, ഹെൽമെറ്റ് വയ്ക്കുക, പോവുക, എവിടെയാണെന്ന് വെച്ചാൽ കഴിക്കാൻ തോന്നാൻ കഴിക്കുക. ആക്ച്വലി എൻ്റെ കയ്യിലൊരു ലിസ്റ്റുണ്ട്, ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന ഫുഡ്. ബക്കറ്റ് ലിസ്റ്റ് അല്ല ആക്ച്വലി. ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടോ, മധുരൈ, തെങ്കാശി, മേട്ടുപ്പാളയം, പോണ്ടിച്ചേരി, എവിടെയൊക്കെ, കാലിക്കട്ട് ഒരു ഹോട്ടൽ എന്താണ്, അവിടെ എന്താണ് കഴിക്കേണ്ടത്, അങ്ങനെ. അത് എൻ്റെ ഒരു മെയിനായിട്ട് ഫുഡാണ്. എൻ്റെ ഒരു ആഗ്രഹമാണ് ഇത് ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ആക്കി സെറ്റ് ചെയ്യണം. എന്നിട്ട് ഫുഡ് കഴിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ ആപ്പ് എടുത്ത് നോക്കുമ്പോൾ ഇന്നടുത്ത് പോയാൽ ഇന്ന, അങ്ങനെ അവിടെ എന്ത് കഴിക്കണം എന്നുള്ള സാധനം പോലും ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ വെച്ച് അവിടുത്തെ ഫുഡിന്റെ സാധനവും വെച്ച് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നല്ലൊരു ഇനീഷ്യേറ്റീവ് ആയിരിക്കും ഫുഡ് പ്രേമികൾക്ക്. അത് ഞാൻ ആക്ച്വലി എനിക്ക് ഇഷ്ടമാണ് ഫുഡ് കഴിക്കാൻ. കൊച്ചിയിൽ ഇപ്പം നമ്മളിവിടെ കൊച്ചിയിലാണല്ലോ, കൊച്ചിയിൽ അങ്ങനെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റ്സ് ഏതൊക്കെ പെട്ടെന്ന് മനസ്സിൽ വരുന്നത്? എനിക്ക് ആബിദ ഫേവറേറ്റ് ആണ്, മാത ഫേവറേറ്റ് ആണ്. മാത പക്ഷെ ഇച്ചിരി എരിവാത ഇടയ്ക്ക് പോകാറുള്ളൂ. പിന്നെ എനിക്ക് ഫോർട്ട് വെച്ച് ചോറാണോ? നൂറിയ, അതാണ് ആക്ച്വലി. കലേഷേട്ടൻ മാത്തുക്കുട്ടി എൻ്റെ ഭയങ്കര ക്ലോസ് ആൾക്കാരാണ്. അപ്പം കലേഷേട്ടൻ്റെ കൂടെ പണ്ട് ഞങ്ങളൊരു കുക്കിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി അത് സ്റ്റാർട്ട് ചെയ്ത് 2 എപ്പിസോഡൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എന്തോ പ്രശ്നം കാരണം അത് പോയി. പുള്ളിയുടെ കൂടെ ഇവിടെ കൊച്ചി വന്ന് ഇപ്പം കുറേ തിരക്കാ പുള്ളിക്ക്. അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും കഴിക്കാൻ പോയാലോ എന്ന് ചോദിച്ച് കഴിക്കാൻ പോകുന്ന പരിപാടി. ഓക്കെ, അപ്പോൾ ഇനി മുന്നോട്ട് മസ്തിഷ്ക മരണം അതുപോലെ ഒരുപാട് നല്ല സിനിമകളും അഭിനയവും അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് പോകട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു.